ഹായ്, ഇന്ന് നമ്മൾ കിച്ചൺ സ്ലാബുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പല വീഡിയോയിലും നമ്മൾ കണ്ടിട്ടുണ്ട് കിച്ചൺ സ്ലാബ് ചെയ്യരുത് എന്ന് എല്ലാവരും പറയാറുണ്ട്. എന്തുകൊണ്ട് ചെയ്യരുത്, അതാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു കിച്ചൺ സ്ലാബ് ചെയ്തിട്ടുണ്ട്, ഒരു എൽ ഷേപ്പിലാണ് ചെയ്തിട്ടുള്ളത്. നമ്മളിവിടെ എക്സ്ട്രാ ഒരു യൂണിറ്റും കൂടെ അത് കസ്റ്റമർ റിക്വയർമെന്റ് പ്രകാരം ചെയ്തിട്ട് നമ്മൾ ഫ്രെയിം വർക്കിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് സെയിം ലെവലിൽ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിലുണ്ടായിരുന്നത് ഇത് നമ്മൾ കിച്ചൺ സ്ലാബ് ചെയ്യാതിരിക്കും, അത് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ചിട്ടാണ്. ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അത് മെയിനായിട്ട് നമ്മൾ പറയുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ, ഇവിടെ ഇതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 68 സെന്റിമീറ്ററിലാണ് ഇത് ചെയ്തേക്കുന്നത്. നമ്മൾ നോർമലി ഒരു സ്ലാബ് ചെയ്യുമ്പോൾ ഇതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 60 സെന്റിമീറ്ററിലാണ് സാധാരണ സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ മോഡുലാറൊക്കെ ചെയ്യുന്നത്. അതാണ് അതിന്റെ കറക്റ്റ് സൈസ്. അത് 60-62 വരെയൊക്കെ ആകാം, അതായിരിക്കും ബെറ്റർ. അപ്പൊ ഇതിന്റെ വീതി കൂടിയാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ കോർണർ സ്പേസ് അങ്ങനെ ഈ ടോപ്പ് യൂണിറ്റിലേക്ക് നമുക്ക് ആക്സസ് കുറവായിരിക്കും, അതായത് പ്രോപ്പറായിട്ട് എത്തത്തില്ല. ഇപ്പൊ ഇവിടുത്തെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ വീട്ടിലെ ആളുകൾക്ക് ഹൈറ്റ് കുറച്ച് കുറഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് 80 സെന്റിമീറ്റർ ആ റേഞ്ചിലാണ് ഇത് ചെയ്തേക്കുന്നത്. നമുക്ക് ഈ സ്ലാബ് ചെയ്യാത്തൊരു കിച്ചൺ ആണെങ്കിൽ നമുക്ക് ഹൈറ്റ് നമുക്ക് എല്ലാം നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം, എസ്പെഷ്യലി ഈ ഹൈറ്റ് കാര്യങ്ങളല്ല. അപ്പൊ ഇത് അവര് ചെയ്തേക്കുന്ന ഹൈറ്റ് എത്രയാണോ ആ ഹൈറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഇനിയിപ്പോ ഇത് ഹൈറ്റ് കുറച്ചാണ് ചെയ്തേക്കുന്നതെങ്കിൽ നമുക്ക് ഇവിടെ എംസാൻഡോ അല്ലെങ്കിൽ സിമെന്റ് ഇട്ടിട്ട് നമുക്ക് ഹൈറ്റ് കൂട്ടി കറക്റ്റ് ചെയ്യാം. പക്ഷെ അപ്പോഴും പ്രശ്നം നമ്മുടെ ഇവിടുത്തെ സ്പേസ് നമുക്ക് നഷ്ടപ്പെടും. ഇവിടുത്തെ ഒരു 4 ഇഞ്ച് നമുക്ക് ഈ ടോപ്പ് സ്ലാബിന്റെ സ്പേസ് പോയിട്ടുണ്ട്. ഈ ബോട്ടത്തിൽ തന്നെ 4 ഇഞ്ച് പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് 4-8 ഇഞ്ച് നമുക്ക് സ്ഥലം വേസ്റ്റ് ആണ്. ബാക്കി പോയിട്ടൊരു ഈ ഇൻഷേഡ് വരുന്ന ഒരു ഏകദേശം ഒരു 2 ഫീറ്റ്, ഇപ്പൊ കറക്റ്റ് 2 ഫീറ്റേ ഉള്ളൂ. ഈ 2 ഫീറ്റ് സ്ഥലമേ നമുക്ക് കിട്ടത്തുള്ളൂ. ഇപ്പൊ നമ്മൾ ഡ്രോയേഴ്സ് ഒക്കെ വെക്കുമ്പോൾ നമുക്ക് 2 ഡ്രോയേഴ്സ് ഇതിൽ വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് അത്രയും സ്ഥലം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. പക്ഷെ നേരെ മറിച്ച് ഫ്രെയിം വർക്കിലാണ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു മോഡുലാറായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു 3 ഡ്രോ നമുക്ക് മാക്സിമം സ്പേസ് നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പൊ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. അതായത് സൈസ് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ 60 സെന്റിമീറ്റർ ഫിനിഷ് ചെയ്ത്, അതായത് സ്ലാബ് വാർത്തേക്കുന്നത് 60 സെന്റിമീറ്ററിലാണ്. അതുകൊണ്ടാണ് അവർ ഇതിന് വേണ്ട ഒരു പ്രൊജക്ഷൻ ഉണ്ട്. ഈ സ്ലാബിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പ്രൊജക്ഷൻ അതൊരു 2.25 ഇഞ്ച് അല്ലെങ്കിൽ 3 ഇഞ്ച് നമുക്ക് ചാടിച്ചിട്ടുണ്ട്. ഇത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഇവര് വാർക്കാൻ വേണ്ടി വന്നില്ല, 60 സെന്റിമീറ്ററിൽ സ്ലാബ് വാർത്ത് വെച്ചു. അപ്പൊ ഈ ഗ്രാനൈറ്റ് ഇടാൻ വേണ്ടി വരുമ്പോൾ അവർക്ക് നമ്മൾ വേണ്ട റിക്വയർമെന്റ് നമ്മൾ ഈ ചാട്ടം പറയുമ്പോൾ അവരതും കൂടെ കയറ്റിയിട്ട് നോക്കും. അപ്പൊ അവർ അതിന്റെ ഫൈനൽ കാര്യങ്ങൾ അതിന്റെ മെഷർമെന്റ് ഒന്നും നോക്കില്ല, നമ്മൾ പറയുന്ന രീതിയിൽ അവർ സെറ്റ് ചെയ്ത് തരും. അപ്പൊ ഇതുകൊണ്ടുള്ള പ്രശ്നം നമുക്ക് ഇത് ഉപയോഗിക്കുന്നവർക്കാണ് അതിന്റെ ഇഷ്യൂ. സ്ലാബ് വാർക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായ മെഷർമെന്റ് കാര്യങ്ങൾ കൊടുത്ത് തന്നെ ഫൈനൽ ചെയ്ത് തന്നെ ചെയ്യണം. അടുത്തൊരു കാര്യം ഇവിടെ സിങ്ക് പവറൊരു സിങ്ക് ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ ഈ ഒരു പോർഷനും കൂടെ സിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ ക്യാൻസൽ ചെയ്തതാണ്. അപ്പൊ എന്താണ് ഇത് ചെയ്ത് വെച്ചതെന്ന് വെച്ചാൽ അത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ ഓപ്ഷൻ ഉള്ളൂ. അതായത് അവര് ഒരു സിങ്ക് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ സിങ്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പ്ലാൻ ചെയ്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് ബെറ്റർ ഈ സെൻട്രൽ യൂണിറ്റിൽ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആണ് സിങ്ക് സെറ്റ് ചെയ്യാൻ കുറച്ചുകൂടെ കംഫർട്ട് എങ്കിൽ ഇപ്പൊ മാറ്റാൻ പറ്റില്ല. അത് അവിടെ ചെയ്ത് വെച്ചേക്കുന്നത് തന്നെ ഫിക്സ് ചെയ്യും. ഇത് പ്ലാൻ വരക്കുമ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ്റെ വർക്ക് അതായത് ഫസ്റ്റ് സ്റ്റേജിലാണ് ഈ സ്ലാബ് വറക്കുന്നത്. അതിനുശേഷം ലാസ്റ്റ് സ്റ്റേജിലാണ് നമ്മൾ നോർമലി ചില ആൾക്കാർ നേരത്തെ പ്ലാൻ ചെയ്യാറുണ്ട്, ഈ ഇന്റീരിയർ പ്ലാൻ ചെയ്യും. അപ്പോഴായിരിക്കും ഈ കിച്ചണിന്റെ ആൾക്കാരൊക്കെ വന്നിട്ട് പറഞ്ഞു ഇത് സിങ്ക് ഇപ്പുറത്തായിരുന്നത് മറ്റേ സ്റ്റവ് അപ്പുറത്തായിരുന്നത്, അങ്ങനെയൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ ഈ സ്ലാബ് വാർക്കുവാണെങ്കിൽ നമ്മൾ പ്രീ പ്ലാൻഡ് ആയിരുന്നു കാര്യങ്ങൾ. നമ്മൾ ഔട്ട് എന്താണെന്ന് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് വേണം അത് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ അടുത്തൊരു കാര്യമാണ് നമ്മുടെ ഈ ഇതില് സ്ലാബ് നമ്മൾ നീളത്തിൽ വരുമ്പോൾ ഇങ്ങനെ ഇടക്കിടക്ക് പിന്നുകൾ വരും. അപ്പൊ ഇതിലിവിടെ ഒരു സെൻട്രൽ പിന്നുണ്ട്. അപ്പൊ ഇതും നമുക്ക് ഒരു പ്രശ്നം. നമ്മൾ ഡോറൊക്കെ അറേഞ്ച് ചെയ്യുമ്പോൾ അല്ലെ ഡ്രോയർ സിസ്റ്റം ഒക്കെ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഈ പിന്ന് കാര്യങ്ങളൊക്കെ പ്രശ്നമുണ്ട്. ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, അത് നിലനിർത്തിക്കൊണ്ടുള്ള കാര്യങ്ങളെ പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അതിലുണ്ട്. പിന്നെ അടുത്ത മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ഇങ്ങനെ സ്ലാബ് വാർത്ത ചെയ്യുമ്പോൾ നോർമലി എല്ലാവരും ചെയ്യുന്നത്, മിക്ക ആൾക്കാരും ചെയ്യുന്നത് ഫ്രണ്ടിൽ ഒരു ഫ്രെയിം വർക്ക് ചെയ്തിട്ട് ഡോർ വെച്ച് സെറ്റ് ചെയ്യും. അപ്പൊ ഈ ബാക്ക് നമുക്ക് ഭിത്തി തന്നെ ആയിരിക്കും നിൽക്കുന്നത്. ഇപ്പൊ നമ്മളിവിടെ ഒരു ബാക്ക് പാനലിംഗ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്തേക്കുന്നത് ഒന്നുമില്ല, നമ്മൾ ഒരു PVC ഷീറ്റിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഹെവി ആയിട്ടുള്ള PVC പാനൽ, മാക്സിമം ബജറ്റ് കുറച്ച് നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ആ വാൾ നമുക്ക് ബ്ലോക്ക് ചെയ്യണം. അവിടെ നിന്ന് ഈർപ്പമൊന്നും വരാൻ പാടില്ല. കാരണം നമ്മുടെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഒരു 3 മാസം കണ്ടിന്യൂസ് മഴ കിട്ടുന്ന ഒരു ക്ലൈമറ്റാണ് നമുക്കുള്ളത്. ഈർപ്പം ഭയങ്കര കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾ ഈ
ഈർപ്പം വരുമ്പോൾ ഇവിടെ ഡോറൊന്നും ചെയ്തിട്ടില്ല, ഓപ്പൺ ആയിട്ട് കിടക്കുന്ന പ്രശ്നമൊക്കെ. നമ്മൾ ഈ ഡോറൊക്കെ വെച്ച് അടച്ചു കഴിയുമ്പോൾ ആ ബാക്കിൽ നിന്ന് വരുന്ന ഈർപ്പം അത് വന്നിട്ട് ഇതിന്റെ ഉള്ളിൽ ഇത് അടച്ചു വെച്ചേക്കും ഡോറ്. അപ്പൊ ഇത് അടച്ചു വെച്ച് കഴിയുമ്പോൾ തന്നെ ഇതിന്റെ ഹിഞ്ചസ് കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ കംപ്ലൈന്റ് ആയിപ്പോയി. തുരുമ്പിയും കാര്യങ്ങളൊക്കെ കയറിയിട്ട് പെട്ടെന്ന് കംപ്ലൈന്റ് ആയിപ്പോയി. ഇപ്പം ലാമിനേറ്റ്സ് പോലും കംപ്ലൈന്റ് ആവും. ഈവൻ അലൂമിനിയം ഫ്രെയിം പോലും ദ്രവിച്ചു പോകുന്നൊരവസ്ഥ വരും. കാരണം ഇത് നമ്മൾ അടച്ചു വെച്ചേക്കുന്നു. ഇത് തുറന്നേക്കുവാണെങ്കിൽ പ്രശ്നമില്ല. ഇതിപ്പോ അകത്ത് ഇങ്ങനെ ഈ ഈർപ്പം നിന്നിട്ട് കണ്ടിന്യൂസിൽ നിന്നിട്ട് ഡാമേജ് ആകും. അത് നമുക്ക് ഇങ്ങനെ ഉള്ള കിച്ചൺ ചെക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. അപ്പം എന്ത് ഉണ്ടാവും ഇവര് നിങ്ങൾ ഏറ്റവും മിനിമലിൽ ചെയ്താൽ മതി. ഈ ബാക്ക് പാനിങ് മസ്റ്റ് ആയിട്ട് ചെയ്യണം. ഇത് ആരും ചെയ്യാത്തൊരു കാര്യമാണ്. അത് മസ്റ്റ് ആയിട്ട് ചെയ്യണം. അതിന് ചിലവ് പറഞ്ഞ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതൊരു നല്ല ഓപ്ഷനാണ്. കാരണം ഇത് ഹെവി ആയിട്ടുള്ളൊരു പാനാണ്. സീലിംഗിന് ഉപയോഗിക്കുന്ന വാൾ പാനിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇത് 1.5 ഫീറ്റ് വീതി വരുന്ന ഒരു പാനാണ്. നല്ല സ്ട്രോങ് ആണ്. നമ്മുടെ നോർമൽ സീലിംഗ് പാനിൽ പറയുന്നത് ഇത് കയറി നിന്നാൽ തന്നെ ഒരു പ്രശ്നം വരാത്ത ഒരു മെറ്റീരിയലാണ്. അത്ര സ്ട്രോങ് ആണ്. എന്നാൽ ഒരു ഭയങ്കര കോസ്റ്റ് ഒന്നും ഇതിന് യാതൊരു ഡാമേജും ഇതിൽ വന്നിട്ടില്ല. എത്ര വെയിറ്റ് ആണ് ഇതിൽ കൊടുത്തത്, ഒരു പ്രശ്നവും ഇതിൽ വന്നിട്ടില്ല. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള സാധനം. എന്നാൽ ഒരു ഭയങ്കര കോസ്റ്റ് വരത്തില്ല. നമുക്കിപ്പോൾ ഇത് ഈ ഒരു ഏരിയ ഫുള്ളായിട്ട് ചെയ്യാനായിട്ട് തന്നെ ഒരു 5,000 ബിലോ ആകത്തുള്ളൂ. നമുക്ക് വേറെ ഒരു ഫ്രെയിം വർക്ക് കാര്യങ്ങളൊന്നും വരില്ല. അപ്പൊ ഇത് ടോട്ടലായിട്ടാണ് നമ്മളിത് ചെയ്തേക്കുന്നത്. അപ്പൊ ഇതുകൊണ്ടുള്ള ഗുണം നമ്മുടെ ടോട്ടൽ വർക്കിന് നമുക്ക് അതിന്റെ ലൈഫ് ഭയങ്കരമായിട്ട് വ്യത്യാസം വരും. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇത് സാധനം നശിച്ചു പോകുന്നത് മാത്രമല്ല, ഇതിൽ വരുന്ന അരി പോലത്തെ സാധനങ്ങളൊക്കെ ഫംഗസായി നശിച്ചു പോകും. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇതിനകത്ത് വരും. ഈ ബാക്ക് പാനിങ് മസ്റ്റ് ആയിട്ട് ചെയ്യണം. പിന്നെ ഈ ഫ്ലോറിങ്ങും മാക്സിമം ടൈൽസ് തന്നെ ഇട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത് ചെയ്യാതിരിക്കലാണ് ബെറ്റർ. ഇപ്പം ചില ആൾക്കാർക്ക് നിർബന്ധമാണ് സ്ലാബ് വാർക്കണം എന്നുണ്ടെങ്കിൽ ഈ കാര്യം ഈ ബോട്ടം യൂണിറ്റിൽ ടൈൽസ് കൊടുത്ത് സെറ്റ് ചെയ്യും. അപ്പം അതും കുറച്ച് നല്ല ഒരു ഓപ്ഷൻ ആയിരിക്കും. പിന്നെ അടുത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഹൈറ്റ്. ഇപ്പൊ നമ്മൾ മിക്ക സ്ഥലങ്ങളിൽ ഇങ്ങനെ സ്കെൽപ്പിങ് പോലെ ചെയ്ത് വെക്കലുണ്ട് ബോട്ടത്തിൽ. അപ്പോൾ ഇതിന്റെ ഈ സ്ലാബിന്റെ ഫ്രണ്ടും ഈ താഴത്തെ ഫ്രണ്ടും സെയിം തൂക്കായിരിക്കണം. അത് മിക്കവരും ശ്രദ്ധിക്കുക. അതായത് ഈ ഒരു പോർഷൻ, ഈ ഒരു പിന്നിൽ നമ്മൾ ഇവിടെ നിന്ന് പ്ലംബ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ ആ പ്രശ്നം ഇതിന്റെ ചരിവ് ഈ ഫ്രെയിമിൽ നമുക്ക് കിട്ടും. ഈ ഫ്രെയിമിൽ കിട്ടുമ്പോൾ ഈ കോർണർ വരുന്ന സ്ഥലങ്ങളിൽ അത് പ്രശ്നമുണ്ട്. നമുക്ക് ഈ ലെങ്ത് മാത്രമാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് വേണമെങ്കിൽ ഡോറൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കും. പക്ഷെ ഈ കോർണർ വരുമ്പോൾ നമുക്ക് അവിടെ രണ്ട് അലൈൻമെന്റിലേക്ക് പോകും. അപ്പൊ നമുക്ക് ഇത് കറക്റ്റ് തൂക്കിന് തന്നെ തൂക്ക് നോക്കിയിട്ട് തന്നെ ഇത് സെറ്റ് ചെയ്യണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത് രണ്ടും പ്രോപ്പർ അല്ല എങ്കിൽ, അതായത് ഇത് വെളിയിലേക്ക് ചാടിക്കിടക്കുക, അല്ലെങ്കിൽ അകത്തേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫില്ല് ചെയ്യും. പക്ഷെ വെളിയിലോട്ട് ചാടിക്കിടക്കുകയാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാനുള്ള വേറെ ഓപ്ഷൻ ഇല്ല. ഇവിടെ നമ്മൾ കട്ട് ചെയ്തു. ഇവിടെ നമുക്ക് ഈ സെയിം പറഞ്ഞ പ്രശ്നം ഉണ്ടായത്, ഇത് ഈ ഒരു പോർഷൻ 1/2 ഇഞ്ച് വെളിയിലേക്ക് ചാടി കടന്നത്. അപ്പൊ നമുക്ക് ഇത് വേണമെങ്കിൽ ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് ചാടിക്കാം. അപ്പൊ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഗ്രാനൈറ്റിനെ കാട്ടി ഡോർ പുറത്തേക്ക് വരും. അപ്പോൾ പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇതിന് വെള്ളം ഈ ഇതിലേക്ക് വീണിട്ട് പെട്ടെന്ന് തന്നെ പോയി ഡോറുകൾ കംപ്ലൈന്റ് ആവും. അപ്പൊ നമ്മളിപ്പോൾ ചെയ്തതെന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു പോർഷൻ നമ്മളൊരു 1/2 ഇഞ്ചിന് അധികം കട്ട് ചെയ്ത് കളഞ്ഞു. ഈ ടൈൽസ് രണ്ടാമത് കട്ട് ചെയ്തിട്ടാണ് ഈ ഫ്രെയിം ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ സോൾവ് ചെയ്തിട്ട് തന്നെ നമ്മൾ കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യണം. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കോംപ്ലിക്കേഷൻസ് ഇതിനകത്ത് വരും. അപ്പൊ ഈ കാര്യങ്ങൾ നമ്മളിപ്പോ ഒരു സ്ലാബ് വാർക്കണ്ടെന്ന് ഞാൻ പറയില്ല. അത് ഓരോരുത്തരുടെ കംഫർട്ടാണ്. അതായത് ചില ആൾക്കാർക്ക് വിശ്വാസം കാണത്തില്ല, ഫ്രെയിമിൽ ചെയ്താൽ ശരിയാകും, അങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏതാണ് നമ്മൾ വീട് നോക്കുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ തന്നെ ചെയ്യണം. പക്ഷെ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്ന വർക്കുകൾ നമുക്ക് മാക്സിമം ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. ഇതിലൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മളൊരു വീട് വെക്കുമ്പോൾ നമ്മുടെ സ്വപ്നമാണ് ഒരു വീടെന്ന് പറയുന്നത്, എല്ലാവരുടെയും സ്വപ്നമാണ്. അപ്പോൾ കിച്ചൺ ആണ് ഏറ്റവും മെയിനായിട്ട് നമ്മൾ ഇന്റീരിയറൊക്കെ നന്നായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയും. ഇപ്പൊ ഇത് പിന്നീട് ചില ആൾക്കാരുണ്ട്, ഇപ്പൊ തൽക്കാലം വീട് വെച്ച് താമസിച്ചത് പിന്നീട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം, ഇന്റീരിയറൊക്കെ പയ്യെ ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഉദ്ദേശത്തിലാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ പ്ലെയിൻ ആയിട്ട് ഇടരുത്, സ്ലാബ് വാർക്ക് തന്നെ ചെയ്യുക. കാരണം എന്ന് പറയുന്നത് സ്ലാബ് വാർക്കുമ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമുക്ക് വേണ്ട റിക്വയർമെന്റ് ഒക്കെ നോക്കി കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് തന്നെ സ്ലാബ് വാർക്ക് ചെയ്യുക. ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് നമുക്ക് ഫിനാൻഷ്യലി നമുക്ക് ഭയങ്കര ടൈറ്റായി കഴിയുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ചിലപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല. എന്തെങ്കിലും ചെയ്ത് നിർബന്ധിതല്ല, നമുക്കൊരു പ്ലെയിൻ റൂമല്ലേ ഉള്ളൂ, കിച്ചണില്ല. നമ്മൾ ഈ സ്ലാബ് വാർക്കാതെ ഒരു പ്ലെയിൻ റൂമായിട്ടായിരിക്കും നടക്കുന്നത്. അപ്പോൾ അത് മാറിയിട്ട് എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരും. അതിലും പെട്ടെന്ന് പറഞ്ഞാൽ സ്ലാബ് കൃത്യമായിട്ട് വാർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രാനൈറ്റ് ഇട്ട് കിച്ചൺ യൂസ് ചെയ്യാം. പിന്നീട് നമുക്ക് ക്യാഷ് ആകുമ്പോൾ നമുക്ക് ഇത് ചെയ്താൽ മതി.
അപ്പൊ ആ ഒരു കാര്യങ്ങൾ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്യും. നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഫുള്ള് ഫിനിഷ് ചെയ്തിട്ടാണ് താമസിക്കാൻ ഉദ്ദേശിക്കുന്നത്, ധൈര്യമായിട്ട് സ്ലാബ് വാർക്കാതെ ചെയ്യാം. അല്ലെങ്കിൽ പിന്നീടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, സ്ലാബ് വാർത്ത തന്നെ ചെയ്യുന്നതാണ് നല്ലത്. ഇതൊക്കെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലുള്ള എക്സ്പീരിയൻസ്, നിങ്ങളുടെ സജഷൻ, ഇതിൽ എന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പൊ ഇതുപോലുള്ള വീഡിയോസിനെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് ഫോർ വാച്ചിങ് വീഡിയോ.